നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ വന്നിട്ട് കുറെ നേരമായി. കഥ പറച്ചില്ല തടസ്സാകണ്ടെന്ന് കരുതി മാറിയുന്നതാ. എന്തിനാ ചേട്ടൻ വന്നത്? രാജീവിന്റെ കൊലപാതക കേസ് അന്വേഷിക്കാൻ നീ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പെറ്റീഷന്റെ കാര്യം എന്തായി? കൊള്ളാം, നല്ല കഥയായി. പാതിരാത്രിയിലാണോ ഇതൊക്കെ വന്ന് അന്വേഷിക്കുന്നത്? ഇപ്പൊ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഏട്ടൻ എന്ത് വേണം? വന്ദനെ, ദേ നോക്ക്, നീയുമായി രാജീവിനിപ്പോ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ളൊരു അന്യന് വേണ്ടി നീ എന്തിനു പൊല്ലാപ്പിന് പോകുന്നു? സ്വന്തം സഹോദരനായി പോയില്ലേ, അതുകൊണ്ട് മാന്യമായ ഭാഷയിൽ മറുപടി പറയാം. രാജീവ് എനിക്ക് അന്യനല്ല. ഞാൻ മകളെ പോലെ സ്നേഹിച്ചു വളർത്തുന്ന കുട്ടിയുടെ അച്ഛനും. രാജീവിന്റെ അമ്മ ശ്രീവിദ്യ എന്നെ സ്വന്തം മകളെ പോലെയാണ് സ്നേഹിച്ചത്. അവരുടെ മരണം സ്വാഭാവികമായിരുന്നെങ്കിൽ വിട്ടേക്കാമായിരുന്നു. പക്ഷെ കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ചെയ്തത് ഏത് വൃത്തികെട്ടവനായിരുന്നാലും അവൻ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. അതിനേതറ്റം വരെയും ഞാൻ പോയിരിക്കും. ഇത് ഞാൻ എല്ലാവരോടും പലതവണ പറഞ്ഞിട്ടുള്ള കാര്യം. വീണ്ടും പറയിപ്പിക്കുന്നത് പരമ കഷ്ടമാണ്. ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. ഒരു സഹോദരൻ എന്ന നിലയിൽ നിന്റെ നന്മയെ കരുതിയിട്ടാണ് വീണ്ടും പറഞ്ഞുപോയത്. വല്ലാതങ്ങ് നിർബന്ധിച്ച് അവളെ പെട്ടെന്ന് അനുസരിപ്പിക്കേണ്ട കാര്യമില്ല. വന്ദന കേസ് പിൻവലിക്കാൻ വൈകും തോറും എനിക്ക് കാശ് കിട്ടിക്കൊണ്ടേയിരിക്കും. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. ഏട്ടൻ എന്താ അസമയത്ത് ഇവിടെ? ഒന്നുമില്ല. അങ്ങനെ ഒഴിയാൻ നോക്കണ്ട. ഏട്ടന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ നട്ടപ്പാതിരിക്ക് ഏട്ടൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എനിക്കറിയണം, പറഞ്ഞേ പറ്റൂ. എടാ വന്ദന ഒരാവശ്യവുമില്ലാതെ പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കല്ലേ. അതിന് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് നിനക്കും അറിയാലോ. എടാ എന്തൊക്കെയായാലും വന്ദനയും നമ്മളൊക്കെ ഒരേ വയറ്റിൽ നിന്ന് തന്നെ വന്നവരല്ലേ. ആ കേസ് പിൻവലിക്കണമെന്ന് ഒന്ന് ഉപദേശിക്കാൻ വന്നതാ. അതിനാണോ ഏട്ടൻ വന്നത്? ചേച്ചി ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. അനുസരണശീല ഇല്ലല്ലോ. എന്ന് വെച്ച് വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ എരുമയെ തല്ലുന്ന പോലെ തല്ലാൻ പറ്റോടാ? ഉപദേശിക്കാനല്ലേ പറ്റൂ. നീയും അവളുടെ സഹോദരനല്ലേ, ഒന്ന് ഉപദേശിച്ചു നോക്ക്. എന്നെ കഴിഞ്ഞ നിർദ്ദേശം ഞാനും കൊടുത്തു നോക്കാം. ഉപദേശിക്കുന്നതിന് ചെലവൊന്നുമില്ലല്ലോ. ആരൊക്കെ ഉപദേശിച്ചാലും എനിക്ക് പണം കിട്ടണം, അത്രയേ ഉള്ളൂ. ഓ, ഭാഗ്യം കേട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.